ക്രിസ്തു സ്വാതന്ത്ര്യത്തിൽ ജീവിക്കുന്ന ഏവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുസഭ മാതാവ് ഇന്ന് നമുക്ക് നൽകുന്ന വചനധ്യാനം യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 31 മുതൽ 42 വരെയുള്ള വാക്യങ്ങളാണ്. എൻ്റെ വചനത്തിൽ നിലനിൽക്കുമെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ എൻ്റെ ശിഷ്യന്മാരാണ്. നിങ്ങൾ സത്യമറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. തന്നിൽ വിശ്വസിച്ച യഹൂദരോട് യേശു ഇപ്രകാരം പറഞ്ഞു: യേശു എന്നെ സത്യത്തിലേക്ക് നയിക്കാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ ഞാൻ സ്വതന്ത്രനാകും. ഞാൻ യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നുവെങ്കിൽ സത്യം അംഗീകരിക്കാൻ ഞാൻ തയ്യാറായിരിക്കണം. ഇവിടെ ഭീഷണിപ്പെടുത്തുന്നതോ കുറ്റപ്പെടുത്തുന്നതോ ആയ ഒന്നുമില്ല. അത് പൂർണ്ണമായും അറിയപ്പെടുകയും ആഴത്തിൽ സ്നേഹിക്കപ്പെടുകയും ചെയ്യുന്നതിനെക്കുറിച്ചാണ്. 3 തലങ്ങളിൽ ഈ ധ്യാനത്തെ നമുക്ക് ക്രമപ്പെടുത്താം. 1. ഊർജ്ജസ്വലമായ വിശ്വാസം. നമ്മുടെ മനോഭാവങ്ങളെയും എല്ലാറ്റിനും ഉപരിയായി നമ്മുടെ മൂർത്തമായ തിരഞ്ഞെടുപ്പുകളെയും സ്പർശിക്കുന്നതുവരെ വിശ്വാസം യഥാർത്ഥമല്ല. ക്രിസ്തുവിൻ്റെ വചനത്തിൽ നിലനിൽക്കുക എന്നതിനർത്ഥം നമ്മുടെ ജീവിതത്തെ അവൻ്റെ ജീവിതത്തോടും അവൻ്റെ സദ്ഗുണങ്ങളോടും പൊരുത്തപ്പെടുത്തുക എന്നതാണ്. പ്രത്യേകിച്ച് ക്രിസ്ത്യൻ സിദ്ധാന്തത്തിൻ്റെയും ധാർമ്മികതയുടെയും സത്തയായ ദാനധർമ്മം. അവൻ്റെ വചനത്തിൽ നിലനിൽക്കുക എന്നത് ചിലർ പറയുന്നത് പോലെ നടത്തുക എന്നാണ്. വചനത്തെ ജീവിക്കുക എന്നാണ്. മറ്റൊരു ഭാഗത്ത് ദൈവവചനം നമ്മെ ഇപ്രകാരം ഓർമ്മപ്പെടുത്തും: കർത്താവേ കർത്താവേ എന്ന് പറയുന്നവരല്ല സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത്, മറിച്ച് അവരുടെ ജീവിതത്തിൽ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവർ മാത്രമാണ്. അവൻ്റെ വചനത്തിൽ ആവേശിക്കുന്നത് വിശുദ്ധിയുടെ വസ്തുതയാണ്. ഇത് ദൈനംദിന സ്ഥിരോത്സാഹത്തിൻ്റെയും എങ്ങനെ വീഴ്ചയിൽ നിന്ന് എഴുന്നേക്കാമെന്നും എങ്ങനെ എൻ്റെ കുറവുകളെയും പോരായ്മകളെയും വിശുദ്ധീകരിക്കാമെന്നും വഴിയിൽ വീഴുമ്പോഴോ തളരുമ്പോഴോ എങ്ങനെ വീണ്ടും തുടങ്ങാമെന്നും അറിയുവാനുള്ള കാര്യം കൂടിയാണ്. ക്രിസ്തുവിൻ്റെ വചനത്തിൽ ഞാൻ എത്ര നന്നായി നിലനിൽക്കും എന്നതാണ് പരമപ്രധാനം. 2. ഒരു യഥാർത്ഥ ശിഷ്യൻ സത്യത്തിൽ ജീവിക്കുന്നു. സത്യവും വ്യാജവുമായ ശിഷ്യന്മാരുണ്ടെന്ന് ക്രിസ്തു സൂചിപ്പിക്കുന്നതായി തോന്നുന്നു. രണ്ടും തമ്മിലുള്ള വ്യത്യാസം പറയാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ. ഒരാൾ തൻ്റെ വാക്ക് ഒരു ആദർശമായി മാത്രമല്ല ജീവിത നിയമമായും സ്വീകരിക്കുന്നുണ്ടോ? ഇന്ന് ക്രിസ്ത്യൻ സമൂഹത്തിനകത്ത് പോലും ധാരാളം ശബ്ദങ്ങൾ തികച്ചും ഭൗതികതയിൽ ഊന്നിയുള്ള മറ്റുള്ളവരുടെ ചിന്തകളിൽ വീണുപോകുന്ന തരത്തിൽ നിലകൊള്ളുന്നുണ്ട്. വിശ്വാസവും അനുഷ്ഠാനവും വേർപെടുത്തുവാനുള്ള പ്രലോഭനം നമ്മിൽ നിന്ന് ഒരിക്കലും അകലെയല്ല. ക്രിസ്തുവിൻ്റെ ശരീരമായ സഭയുടെ ഒരംഗമായി ക്രിസ്തുവിനെ അനുഗമിക്കുക എന്നതിൻ്റെ അർത്ഥത്തെക്കുറിച്ചുള്ള എൻ്റെ ഗ്രാഹ്യത്തെ ഈ തെറ്റായ ശബ്ദങ്ങൾ എത്രമാത്രം സ്വാധീനിച്ചിട്ടുണ്ട്. പ്രിയരെ, കത്തോലിക്ക സഭയുടെ വിശ്വാസത്തെ അനുഷ്ഠാനങ്ങളുമായി ബോധ്യപ്പെട്ട് മുന്നോട്ടു പോകുവാൻ നമുക്ക് ആകണം. പാരമ്പര്യത്തെ വിശ്വാസത്തോട് ചേർന്ന് ജീവിക്കേണ്ടതിൻ്റെ ആവശ്യകതയും അന്തസ്സത്തെയും ദൈവീക അഭിഷേക നിറവും കത്തോലിക്ക സഭയിൽ നമുക്ക് ആവശ്യമാണ്. 3. ആധികാരിക സ്വാതന്ത്ര്യം. തൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നവർക്ക് ക്രിസ്തു വാഗ്ദാനം ചെയ്ത സ്വാതന്ത്ര്യം ലോകം വാഗ്ദാനം ചെയ്യുന്ന സ്വാതന്ത്ര്യത്തെക്കാൾ വളരെ ആഴമേറിയതാണ്. ക്രിസ്തുവിൻ്റെ സ്വാതന്ത്ര്യം കേവലം രാഷ്ട്രീയ സ്വാതന്ത്ര്യമല്ല. എനിക്ക് ആവശ്യമുള്ളപ്പോൾ എനിക്ക് ആവശ്യമുള്ളത് തിരഞ്ഞെടുക്കുവാനുള്ള കഴിവും എനിക്കില്ല. ക്രിസ്തുവിൻ്റെ ശിഷ്യൻ്റെ സ്വാതന്ത്ര്യം ആത്മീയവും ധാർമ്മികവും ആന്തരികവുമാണ്. ഓരോ വ്യക്തിയും തൻ്റെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ കൊതിക്കുന്ന സ്വാതന്ത്ര്യമാണത്. ക്രിസ്തു മാത്രമാണ് ഇത്തരത്തിലുള്ള സ്വാതന്ത്ര്യം നൽകുന്നത്. ഒടുവിലായി നാം നടത്തേണ്ട ഒരു പ്രക്രിയ ക്രിസ്തുവുമായുള്ള സംഭാഷണമാണ്. കർത്താവെ, നീ എനിക്ക് നൽകിയ സ്വാതന്ത്ര്യത്തിന് നന്ദി.
ജീവജലത്തിൻ്റെ ഉറവയായ നിന്നെ മറന്ന് തകർന്ന കളിമൺ പാത്രങ്ങളിൽ എനിക്ക് സന്തോഷം തേടാമായിരുന്നു. നിനക്കെന്നെ സ്വതന്ത്രനാക്കാമായിരുന്നു. എന്നാൽ അങ്ങനെ നീ എന്നെ സൃഷ്ടിച്ചു. ഞാൻ സ്വതന്ത്രനാകാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് എങ്ങനെ സ്വതന്ത്രനാകണമെന്ന് അറിയണം. എൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ പരമാധികാര പ്രവർത്തനത്തിലൂടെ ഞാൻ സ്വതന്ത്രനാണെന്ന് തെളിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കർത്താവെ, ഞാൻ സ്വതന്ത്രനായതിനാൽ ഞാൻ എൻ്റെ സ്വാതന്ത്ര്യം, എൻ്റെ ഇഷ്ടം നിനക്ക് തരുന്നു. അങ്ങനെ നിൻ്റെ ഇഷ്ടം നടക്കട്ടെ. പ്രിയരെ, ക്രിസ്തു വചനത്തിലൂടെ ക്രിസ്തു നൽകുന്ന സ്വാതന്ത്ര്യം ജീവിക്കുന്നവരായി നമുക്ക് മാറാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. സ്നേഹം നീ മാത്രം എന്നും യേശുവേ പ്രിയനേ, സൗഖ്യമേകിടും അമൃതം നിന്റെ വചനങ്ങൾ. ജീവനേകാൻ ഭൂവിൽ വന്നൊരു ദിവ്യ സ്നേഹമേ, വന്നിടേണേ യേശുവേ നീ ദിവ്യ തീർത്ഥമായി. സ്നേഹം നീ മാത്രം എന്നും യേശുവേ പ്രിയനേ, സൗഖ്യമേകിടും അമൃതം നിന്റെ വചനങ്ങൾ. ലോകമോഹങ്ങൾ തേടി ഞാൻ സ്വാർത്ഥനായി മാറി ഞാൻ. യേശുവേ എൻ പാപങ്ങൾ നീ പൊറുക്കണമേ. ലോകമോഹങ്ങൾ തേടി ഞാൻ സ്വാർത്ഥനായി മാറി ഞാൻ. യേശുവേ എൻ പാപങ്ങൾ നീ പൊറുക്കണമേ. ജീവനായി കരുതലായി അണയുമോ നാഥനേ എൻ പ്രാണനേ, എൻ ദൈവമേ. സ്നേഹം നീ മാത്രം എന്നും യേശുവേ പ്രിയനേ, സൗഖ്യമേകിടും അമൃതം നിന്റെ വചനങ്ങൾ. കരുണയായി നിറയുമെൻ അലിവെഴും നാഥനേ, ചൊരിയണേ നിൻ വരങ്ങൾ എനിക്കായും നീ. കരുണയായി നിറയുമെൻ അലിവെഴും നാഥനേ, ചൊരിയണേ എനിക്കായും നീ. സ്നേഹമായി നിറയു നീ ദേഹിയിൽ, അലിയു നീ നാഥനേ, എൻ ദൈവമേ. സ്നേഹം നീ മാത്രം എന്നും യേശുവേ പ്രിയനേ, സൗഖ്യമേകിടും അമൃതം നിന്റെ വചനങ്ങൾ.